മധ്യപൂർവ്വ ഏഷ്യയിലും ഇസ്രായേലിലും ഒരേ സമയമാണ് ഇറാൻ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇറാൻ മുന്നിൽ തിരിച്ചടി അല്ലെങ്കിൽ തോൽവി എന്നീ രണ്ട് മാർഗങ്ങളാണുള്ളത്. ശരിക്കും യദു, ഇറാന് മുന്നിൽ അല്ലെങ്കിൽ ഇറാന് വലിയ രണ്ട് പ്ലാനുകൾ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. എന്താണ് യദുവിന്റെ അഭിപ്രായം? അഞ്ജന, ഈ ഇറാന്റെ ഇപ്പോഴത്തെ ഒരു ആക്രമണ ശൈലിയും അവിടുത്തെ ഭരണാധികാരികളുടെ പെട്ടെന്നുണ്ടായ മാറ്റവും ഒക്കെ കാണുമ്പോൾ അഞ്ജനയ്ക്ക് എന്താണ് തോന്നുന്നത്? ഇത് ഇറാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് തന്നെയാണ്. അതായത് ഇറാനെ സംബന്ധിച്ച് ആയത്തുള്ള അലി ഖാംനെയി എന്നത് അവരുടെ പരമോന്നത നേതാവ് എന്നതിനപ്പുറം ആ രാജ്യത്തിന് എല്ലാമായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരാക്രമണം ഉണ്ടായി അദ്ദേഹം കൊല്ലപ്പെട്ടാൽ പിന്നീട് എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ച് കൃത്യമായ പ്ലാൻ ബി ഇറാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടിട്ടും അമേരിക്കയ്ക്ക് ഇറാനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്തത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇറാനിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, ഇസ്ലാമിക ഭരണത്തിനെതിരെ അവിടുത്തെ ജനങ്ങൾ സന്തോഷിക്കുകയാണ്, തെരുവിലിറങ്ങുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ്. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഇറാൻ്റെ ഭരണകൂടത്തിനെതിരെ, ഖാംനെയിക്കെതിരെ അല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരെയൊക്കെ രംഗത്തിറങ്ങുന്നത്. ബാക്കി അതിൻ്റെ 10,000-കണക്കിന് മടങ്ങ് ജനങ്ങൾ, അതായത് ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ഇറാൻ പ്രതികാരം ചെയ്യണം, ഈ ഭരണകൂടത്തിനൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്, ആയത്തുള്ള അലി ഖാംനെയി ഇപ്പോൾ രക്തസാക്ഷിത്വം വരിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്, ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് വേണ്ടിയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും അമേരിക്കയ്ക്ക് എന്ത് ധാർമ്മികതയാണ് ഇറാനുള്ളിൽ കയറി ആക്രമണം നടത്താനുള്ളത്? അതൊരു പരമാധികാര രാഷ്ട്രമല്ലേ? ആ രാജ്യം ഒരു റിപ്പബ്ലിക് രാജ്യമല്ലേ? ആ രാജ്യത്തിന് ഭരണഘടനയില്ലേ? ആ രാജ്യം ഒരു ജനാധിപത്യ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവരുടേതായ ഒരു നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമല്ലേ? ആ രാജ്യത്തേക്ക് കടന്നു കയറാൻ ആ രാജ്യം അങ്ങോട്ടേക്ക് ഒരു പ്രകോപനത്തിനും പോയിരുന്നില്ല. അവരവരുടെ പ്രതിരോധത്തിന് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അവർ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ ആണവ പരീക്ഷണം നടത്തുന്നു. ഇതൊക്കെ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയുക, മറ്റൊരു ശക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയുക? അല്ലെങ്കിൽ ഇസ്രായേലിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു രാജ്യത്തിനും അവരുടെ പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കാൻ പാടില്ല? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒരു വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഇറാനിലെ ജനങ്ങളാണ്. രണ്ട് തിരിച്ചടികളുണ്ട്. അതിലൊന്ന്, ഇറാനിലെ ജനങ്ങൾ വലിയ തോതിൽ അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തിനൊപ്പം നിൽക്കുകയാണ്, തെരുവിലിറങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അമേരിക്കയ്ക്ക് ഒരു ഭരണം പിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന ആളുകൾ അവിടെ ഭരണകർത്താക്കളായിട്ട് വരണമെങ്കിൽ ഈ കാണുന്ന ജനങ്ങളോട് മുഴുവൻ യുദ്ധം ചെയ്യേണ്ടി വരും അമേരിക്കയ്ക്ക്. അതായത് അമേരിക്കയുടെ പിന്തുണയോടുകൂടി അവിടെ വിമതർ ഭരണം പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും ഈ ദശലക്ഷക്കണക്കിന് വരുന്ന ജനസഞ്ചയത്തെ അടിച്ചു തോൽപ്പിക്കാതെ അവിടെ ഭരണത്തിലേറുക എന്നുള്ളത് സ്വപ്നം മാത്രമാണ്. അപ്പോൾ അത് പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിന്. അതാണ് അമേരിക്കയുടെ കണക്കുകൂട്ടലിൽ സംഭവിച്ച ഏറ്റവും വലിയ പിഴവ്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ നോക്കുക. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടു, അവിടുത്തെ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ്, ഖാംനെയുടെ ഉപദേഷ്ടാവ്, മുഖ്യ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടു, അതുപോലെ തന്നെ സൈനിക തലവന്മാർ കൊല്ലപ്പെട്ടു, പ്രധാനപ്പെട്ട തസ്തികയിലുള്ള 10-ൽ താഴെ വരുന്ന പ്രധാനികൾ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേതൊരു രാജ്യമാണെങ്കിലും ഭരണ പ്രതിസന്ധി വരും, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. പക്ഷേ ഇവിടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഖാംനെയിയുടെ പിൻഗാമി വരുന്നു, മന്ത്രിമാരുടെ പിൻഗാമി വരുന്നു, ഉപദേഷ്ടാവിൻ്റെ പിൻഗാമി വരുന്നു, സൈനിക തലവന്മാർ പുതുതായി ചാർജ് എടുക്കുന്നു, പുതിയ കൗൺസിൽ അവർ രൂപീകരിക്കുന്നു, അവർ ആദ്യത്തെ പ്രഖ്യാപനം നടത്തുന്നു, ഞങ്ങൾ ശക്തമായി യുദ്ധം ചെയ്യും, കീഴടങ്ങില്ല എന്ന്. അപ്പോൾ സ്വാഭാവികമായി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പ്ലാൻ ബി ഖാംനെയി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. താൻ ഏത് നിമിഷവും രക്തസാക്ഷിയാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇനി രക്തസാക്ഷിത്വം വരിക്കുകയാണെങ്കിൽ ഈ രാജ്യം പെട്ടുപോകരുത്, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച കൃത്യമായ രൂപരേഖ നേരത്തെ തന്നെ ഖാംനെയി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ ഇറാൻ തിരിച്ചടിക്കുന്നതിലൂടെ. അവർക്കൊരു സംശയവുമില്ല, ഒരു തരത്തിലുള്ള ആകുലതകളുമില്ല, അവരുടെ നിലപാടുകളൊക്കെ വളരെ ഷാർപ്പാണ്, അവർ പറഞ്ഞത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഞങ്ങൾക്ക് നേരെ ഉണ്ടായാൽ ഞങ്ങൾ യുദ്ധം എന്ന രീതിയിൽ അതിനെ കാണും, ഞങ്ങൾ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോകും, അത് മേഖലയൊന്നാകെ ബാധിക്കുന്ന യുദ്ധമായിരിക്കും, യുദ്ധം തുടങ്ങുന്നത് നിങ്ങളാണെങ്കിലും അത് തീർക്കുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നൊക്കെ ഖാംനെയി പറഞ്ഞിരുന്നു. അതിനൊക്കെയുള്ള വഴികളും കൂടി ഖാംനെയി കുറിച്ച് വെച്ചിട്ടാണ് മരണത്തിന് കീഴടങ്ങിയത് അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ചത് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു തടസ്സവുമില്ലാതെ ഇറാൻ അവരുടെ ആക്രമണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും അവർക്ക് മറുപടിയുണ്ട്, എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളും അവർ നടത്തുന്നുണ്ട്. പല പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും അവർ ആക്രമിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും അവർ ആക്രമിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെ തലങ്ങും വിലങ്ങും ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ഇസ്രായേൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങൾ തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഇറാൻ കീഴടങ്ങുന്നു അല്ലെങ്കിൽ പതുങ്ങുന്നു, ഇറാൻ തോൽക്കുന്നു എന്ന നിലയിൽ ഒന്നും പറയാൻ ട്രംപിനോ ഇസ്രായേലിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതോ അതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങൾ തിരിയാനുള്ള സാധ്യതയുണ്ടോ? കാര്യം ഇറാനെ തിരിച്ചടിക്കാൻ വേണ്ടി ഈ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം തിരിയുമോ? അത് മാത്രമല്ല, ഇപ്പൊ ഈ മധ്യസ്ഥ രാജ്യമായ ഒമാന് നേരെ വരെ ഇറാൻ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടൊരു സാഹചര്യമാണ് നിലവിൽ. അത് വളരെ ഖേദകരമായ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒമാനിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം. കാരണം എപ്പോഴും ഒരു മധ്യസ്ഥ രാജ്യമെന്ന നിലയിൽ ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ഈ പരോക്ഷ ചർച്ചകൾക്ക് നടുവിൽ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ഒമാനായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ ഒമാന് നേരെ ആക്രമണം നടത്തിയിരുന്നില്ല. ഖത്തർ, സൗദി, UAE, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിടും അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, ബഹ്റൈനിലെയൊക്കെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോലും ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇറാൻ ഒമാനെ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ പരിധിയും ലംഘിച്ച് ഒമാനിലേക്ക് ഇറാൻ കടന്നാക്രമണം നടത്തുന്നു. സ്വാഭാവികമായിട്ടും ഒമാനും ഇതിലൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് എന്ന് ചിലപ്പോൾ ഇറാൻ കരുതിയിട്ടുണ്ടാകും. കാരണം എന്താണ്, ഒമാൻ തന്നെയാണ് പറഞ്ഞത് 3 ഘട്ട ചർച്ചകൾ കഴിഞ്ഞു, 4ാമതായി വിയന്നയിൽ ഒരു ചർച്ച നടക്കാൻ പോവുകയാണ്, ആ ചർച്ചയിലെല്ലാം തീരുമാനമാകും എന്ന് പ്രതീക്ഷ അർപ്പിച്ചത് ഒമാനായിരുന്നു. ഒമാനാണ് ഇറാന് നിർദ്ദേശം കൊടുത്തത് ആക്രമണങ്ങളിലേക്ക് പോകരുത്, കാരണം നമ്മൾ ഇനി ചർച്ച ചെയ്യുകയാണ്, അടുത്ത ചർച്ച വരാൻ പോവുകയാണ്, ഈ ചർച്ചയിൽ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് പറഞ്ഞ് ഇറാനെ മയപ്പെടുത്തി നിർത്തിയത് ഒമാനായിരുന്നു. ആ ഘട്ടത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഒരു ചതി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മര്യാദകേട് എന്ന നിലയിലേക്ക് വലിയ ആക്രമണം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇറാൻ ഒമാനെയും പരിധിയിലേക്ക് കൊണ്ടുവന്നു. ഒമാനിലെ എണ്ണ ടാങ്കറുകൾ എണ്ണ കപ്പലുകൾ ആക്രമിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ധനവില കുതിച്ചു വരാനുള്ള സകല സാധ്യതകളും തെളിയുകയാണ്. ഏതാണ്ട് 150ഓളം എണ്ണ ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നു എന്ന ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുകയാണ്. പരിധി വിടുന്ന നിലയിലേക്ക്, പിടികിട്ടാത്ത നിലയിലേക്ക് സ്വർണത്തിൻ്റെ വില കുതിച്ചുയരുന്നു. ഇന്ധനക്ഷാമമുണ്ടാകാൻ അധികകാലം വരില്ല എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഇന്ധനം വേണം എന്നുണ്ടെങ്കിൽ വെനസ്വലയിൽ നിന്ന് അമേരിക്കയുടെ അറിവോടുകൂടിയ സമ്മതത്തോടുകൂടി ഇന്ധനം കൊണ്ടുവരേണ്ടി വരുമോ എന്ന നിലയിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും യുദ്ധം നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളൊന്നും തന്നെ എവിടെ നിന്നും ഉണ്ടാകുന്നില്ല. അറബ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങളുടെ പ്രത്യേക യോഗം ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ഇറാനെതിരായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. അനാവശ്യമായ ആക്രമണങ്ങൾ നിർത്തണം എന്ന് ഇറാനോട് UAE ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ UAE രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ആ ആക്രമണം എന്തിനു വേണ്ടിയായിരുന്നു എന്ന നിലയിൽ പറയാനോ അല്ലെങ്കിൽ ആ ആക്രമണങ്ങളെ അപലപിക്കാനോ UAE തയ്യാറായിട്ടില്ല. UAE മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളും അവർ പറയുന്നത് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ്. അപ്പോൾ ഇറാൻ ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം പിന്നെ എന്തായിരുന്നു എന്നുള്ളതാണ് ഇറാൻ തിരിച്ചു ചോദിക്കുന്നത്. അതായത് പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളുടെ, ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ അടക്കം, അറബ് ലീഗ് അടക്കമുള്ള കൂട്ടായ്മകളിൽ അംഗമായിട്ടുള്ള ഇറാന് നേരെ, അവരുടെ പരമാധികാരത്തിന് നേരെ, ഇസ്ലാമിക റിപ്പബ്ലിക്കിന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തിയപ്പോൾ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ എന്തു ചെയ്തു എന്ന നിലയിലാണ് ഇപ്പോൾ ഇറാൻ ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഒരു വലിയ സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. അവർ തമ്മിൽ വലിയ ഒരു ഉടക്ക് സംഭവിച്ചിട്ടുണ്ട്, എതിർവശത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറബ് രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങളിലൂടെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് സമ്മതം കൊടുക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഒരു യുദ്ധ സാഹചര്യം, യുദ്ധഭീതി ഉണ്ടായിരുന്ന സമയത്ത് അറബ് രാജ്യങ്ങളെടുത്ത നിലപാട്, UAE അടക്കം, സൗദി അടക്കം എടുത്ത നിലപാട്, ഞങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്ന് ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ നിരന്തരമായി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ മേഖലയിലേക്കടക്കം ആക്രമണങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് തങ്ങളുടെ രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിച്ചോളൂ എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് അനുവാദം കൊടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കൂടാതെ നിരവധി പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പൊ ട്രംപ് ആണെങ്കിൽ ഒരു ഭീഷണി മുഴക്കി, ട്രൂത്ത് സോഷ്യലിൽ ഒരു ഭീഷണി മുഴക്കിയിരുന്നു.
ഇറാൻ ഈ കണക്കിനാണെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു ഭീഷണി മുഴക്കി. ഇതിനെയൊക്കെ പ്രതിഷേധിച്ച് ഇപ്പം സൊഹ്റാൻ മന്ദാനി രംഗത്ത് വന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ കശ്മീരിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാനില് അമേരിക്കൻ എംബസി തകർത്ത് അങ്ങനെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അല്ല, ഇതിൽ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ലോകം തന്നെ ഒരു രണ്ട് ചേരികളായി തിരിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു ചേരിചേരാ നയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ തന്ത്രപരമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ഭാഗത്തും നിൽക്കാതെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നതിലേക്കാണ് ഇന്ത്യ വിരൽ ചൂണ്ടുന്നത്. ഒരു പക്ഷേ അതായിരിക്കാം ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു നിലപാട്. അതായത് ഇരുപക്ഷവും രാജ്യങ്ങൾ അണിനിരന്ന് ഇപ്പോൾ ഇറ്റലി അടക്കമുള്ള പല രാജ്യങ്ങളും ഇറാനൊപ്പം നിൽക്കുന്നു. ഈ പറയുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ഫ്രാൻസും ഇറ്റലിയും ഒക്കെ ഇറാൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ്. പല രാജ്യങ്ങളും ഇറാനോടൊപ്പം നിൽക്കുന്ന സാഹചര്യം. കുറേ രാജ്യങ്ങൾ ഈ പറയുന്ന അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കുന്ന സാഹചര്യം. കുറച്ച് രാജ്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ പ്രകടനങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾക്കോ അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഇനീഷ്യേറ്റീവിൽ ഒരു മധ്യസ്ഥത ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ നേരം വരെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഒരു രാജ്യവും തയ്യാറായിട്ടില്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥ ചർച്ച നടത്തിയിരുന്ന ഒമാനിലേക്ക് കടുത്ത ആക്രമണങ്ങൾ ഇറാൻ നടത്തുമ്പോൾ ഒരു മധ്യസ്ഥൻ ഇനി വേണ്ട എന്ന സന്ദേശമാണോ ഇറാൻ നൽകുന്നത് എന്ന് പോലും തോന്നിപ്പോവുകയാണ്. കാരണം ഇനി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഞങ്ങളില്ല എന്ന് പറയാതെ പറയുന്നതിന് വേണ്ടി മധ്യസ്ഥ രാജ്യമായ ഒമാനെ ഇറാൻ ആക്രമിച്ച് ഇനി ഈ ഭാഗത്തേക്ക് വരേണ്ടതില്ല എന്ന സൂചന കൊടുത്തതായിരിക്കാം. എന്തായാലും ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നില്ല. അവർക്ക് പ്ലാൻ ബി ഉണ്ട്, പ്ലാൻ സി ഉണ്ട്, നിരവധി പദ്ധതികളുണ്ട്. അതിൽ ഓരോന്നോരോന്നായി അവർ നടപ്പാക്കുകയാണ്. കൂടുതൽ ആയുധങ്ങൾ ഇന്ന് രാത്രിയോടെ പുറത്തിറക്കുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. ആ നിലയ്ക്ക് നോക്കിയാലും കടുത്ത ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയും ഇസ്രായേലും വെറുതെ ഇരിക്കാനുള്ള സാധ്യതയില്ല. അവരും ആക്രമണങ്ങൾ കടുപ്പിക്കും. അതേസമയം അമേരിക്കയുടെ പടക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ഇറാൻ നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഓരോ മണിക്കൂർ കഴിയും തോറും പ്രകോപനങ്ങൾ തുടരുകയും ആക്രമണങ്ങൾ തുടരുകയും ചെയ്താൽ ഈ യുദ്ധം പിടിച്ചു കെട്ടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഇല്ലാതാവുകയാണ്, അടഞ്ഞു പോവുകയാണ് ചെയ്യുക. അതിൻ്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ധനക്ഷാമവും വിലക്കയറ്റവും പട്ടിണിയും സകല പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, അഞ്ജന ഉൾപ്പെടെ സകലരും നരകിക്കുന്ന അവസ്ഥയിലേക്ക്, ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇപ്പോൾ അതിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിടിച്ചു കെട്ടിയാൽ ഈ യുദ്ധം പിടിച്ചു നിർത്താൻ കഴിയും. അതിന് മധ്യസ്ഥ രാജ്യങ്ങളായി ആരൊക്കെ വരുന്നു, ആരൊക്കെ ഇതിന് മുൻകൈ എടുക്കുന്നു എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.